സോ ഇതാണ് ഹെലിക്സ്. ഹെലിക്സ് എന്ന് പറഞ്ഞാൽ ചെവിയുടെ ഏറ്റവും ഔട്ടർ എഡ്ജ് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല റിജിഡ് ആയിട്ട് ഉള്ളൊരു ഏരിയയാണ് ചെവിയുടെ. ഇത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ചെവിയുടെ ആ ഒരു ഹോളിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്ന്, മീൻസ് സ്കാൽപ്പിലുള്ള തലയോട്ടിയിൽ ഉള്ള ചെവിയുടെ ഹോളിൻ്റെ ഏരിയയിൽ നിന്ന് അതിങ്ങനെ മേലോട്ട് വന്ന് കറങ്ങി ആ ഒരു ഷേപ്പ് റൗണ്ടായിട്ട് വന്ന് നേരെ താഴോട്ട് ആ ഒരു കാർട്ടിലേജിൻ്റെ എൻഡ് വരെ വന്ന് നിൽക്കുന്ന ഒരു ഷേപ്പാണ്, ആ ഒരു പാർട്ടാണ് ഹെലിക്സ്. നെക്സ്റ്റ് നമുക്ക് ആൻറ്റി ഹെലിക്സിലോട്ട് പോകാം. ആൻറ്റി ഹെലിക്സ് എന്ന് പറഞ്ഞാൽ ചെവിക്ക് ഉള്ളിൽ ഒരു വൈ ഷേപ്പിൽ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന ഒരു ഏരിയയ്ക്കാണ് ആൻറ്റി ഹെലിക്സ് എന്ന് പറയുന്നത്. ഇതാണ് ഗ്രീൻ കളറിൽ കാണുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ട്രാഗസ്. എന്താണ് ട്രാഗസ്? ആ ട്രാഗസ് എന്ന് പറഞ്ഞാൽ ചെവിയുടെ താഴോട്ട് വരുമ്പോൾ സെൻറ്ററായിട്ടുള്ള ഏരിയയിൽ നമ്മുടെ ആ ഒരു ഫേസിലോട്ട്, ആ കവൾ ഏരിയയിലോട്ട് വരുന്ന പോർഷനിൽ ചെറുതായിട്ട് ഉയർന്നു നിൽക്കുന്ന ഈ ലൈറ്റ് ബ്ലൂ കളറിൽ കാണുന്ന സാധനമാണ് ട്രാഗസ്. നെക്സ്റ്റ് ആൻറ്റി ട്രാഗസ്. ആൻറ്റി ട്രാഗസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ട്രാഗസിന് നേരെ ഓപ്പോസിറ്റായിട്ട് കപ്പിളായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ട്രാഗസ് എന്ന് പറയുന്നതും ആൻറ്റി ട്രാഗസ് എന്ന് പറയുന്നതും. രണ്ടും ഒരു പെയറായിട്ട് നിൽക്കുന്നത് പോലെയുള്ളൊരു കാര്യങ്ങളാണ്. സോ ട്രാഗസിന് നേരെ ഓപ്പോസിറ്റാണ് കാണുന്നത്, പിങ്ക് കളറിൽ ഇപ്പോൾ കാണാം. സോ ആൻറ്റി ട്രാഗസ്. നെക്സ്റ്റ് കോഞ്ച. കോഞ്ച എന്ന് പറഞ്ഞാൽ ചെവിക്ക് ഉള്ളിലായിട്ട് ഏറ്റവും കുഴിഞ്ഞു നിൽക്കുന്ന ഏരിയയ്ക്ക് പറഞ്ഞ പേരാണ് കോഞ്ച. ദാറ്റ് മീൻസ് അത് നമുക്ക് ചെവിയുടെ ആ ഒരു ആക്ച്വൽ ഹോൾ ഏരിയയിലോട്ട്, സ്കാൽപ്പിലോട്ടുള്ള ഒരു ഹോൾ ഏരിയയിലോട്ട് പോകാൻ വേണ്ടിയുള്ള ആ ഒരു കുഴിവ് പോലുള്ള ഒരു ഏരിയയാണ്. സോ ദാറ്റ് ഈസ് കോഞ്ച. നെക്സ്റ്റ് ഇയർ ലോബ്. ഇയർ ലോബ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും താഴെ നമുക്ക് കമ്മലിടുന്നതോ അല്ലെങ്കിൽ സ്റ്റഡ് ഇടുന്നതോ ആയിട്ടുള്ള ജെൻസും ലേഡീസും ഇപ്പോൾ ഇടുമല്ലോ അങ്ങനത്തെ സ്റ്റഡ്സ് ചെവിയിൽ. അപ്പോൾ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഷി പാർട്ടിന് പറയുന്ന പേരാണ് ഇയർ ലോബ്. അത് ആക്ച്വലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുന്ന ടിഷ്യൂസ് കൊണ്ടും ഫാറ്റ് സെൽസ് കൊണ്ടും, ഫാറ്റിൻ്റെ സെൽസ് കൊണ്ടുമാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അടുത്ത പാട്ടുമായിട്ട് വരുന്നവരെ ഗുഡ് ബൈ ഗൈസ്.